ഇന്ന് ഉച്ചയുണ്ട് നല്ല നാടൻ കൂനുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അങ്ങനെ കൂനൊക്കെ എടുത്ത് നല്ലപോലെ ക്ലീൻ ചെയ്തു അതിൽ പൊടികളൊക്കെ ഇട്ട് കുറച്ച് നേരം മാറ്റി വെച്ച്. എന്നിട്ട് പിന്നെ നമ്മുടെ മൺചട്ടി തന്നെയുണ്ട്, നാട്ടിൽ നിന്ന് വാങ്ങിച്ച മൺചട്ടിയും സ്പൂണുമാണ് ഇത്. അപ്പോൾ അതിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ കുറച്ചധികം എടുത്തിട്ടുണ്ട്, കുറച്ച് വലിയ ഉള്ളിയും കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളി നന്നായി വഴറ്റി. പിന്നെ ഞാൻ തക്കാളി ആഡ് ചെയ്യും കേട്ടോ. തക്കാളി, പച്ചമുളക്, കറിവേപ്പില അതെല്ലാം കൂടി ഇട്ടു. ഉള്ളിയിൽ കുറച്ചുകൂടെ പൊടികൾ ആഡ് ചെയ്യും. കൂണിൽ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും കൂടെ കുറച്ചുകൂടെ ആഡ് ചെയ്തു. നല്ലപോലെ തിളപ്പിച്ചു, വെള്ളം ഒഴിച്ച് തിളപ്പിച്ചു. നന്നായി ഒന്ന് സെറ്റായി കുറുകി വരണമല്ലോ. കൂനുകറിയിൽ ഞാൻ എപ്പോഴും ഗരം മസാലയൊന്നും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊന്നും ഇടാറില്ല കേട്ടോ. നാടൻ ടേസ്റ്റാണ് എപ്പോഴും. അപ്പോൾ ഞാൻ ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കുമായിരുന്നു, എല്ലാം കറക്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ തൂയി കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ വെള്ളം ഒന്ന് വറ്റണം. അങ്ങനെ കൂനുകറി റെഡി. അപ്പോൾ സെറ്റ്. അതിനിടയ്ക്ക് ഞാൻ ചീര ഉപ്പേരും കൂടെ വയ്ക്കാൻ നോക്കുകയാണ് കേട്ടോ. കാരണം രാവിലെ എല്ലാം കൂടെ പെട്ടെന്ന് ആവണമല്ലോ. മിന്നുവിന് സ്കൂളുണ്ടായിരുന്നു, ആദ്യം പോയിട്ടില്ല. അപ്പോൾ മിന്നുവിനൊന്നും ഈ ചീര ഇഷ്ടമല്ല, എന്നാലും ഞാൻ നിർബന്ധിച്ച് കഴിപ്പിക്കും കേട്ടോ. അപ്പോൾ ഉള്ളിയെല്ലാം വഴറ്റി പച്ചമുളകും ഉള്ളിയും ഒരു വെളുത്തുള്ളിയും ചതച്ചിടും. പിന്നെ കുറച്ച് തേങ്ങയിടും. പിന്നെ മുളക് പൊടിയൊന്നും ഇടാറില്ല, പച്ചമുളക് ഇട്ടതുകൊണ്ട് പിന്നെ മുളക് പൊടിയില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അങ്ങനെ വേവിക്കും കേട്ടോ. ദയായ ഇടയ്ക്ക് ചോറും ആയിട്ടുണ്ട്. പുറത്ത് നല്ല മഴയുണ്ട്. അപ്പോൾ പിന്നെ മഴയൊന്നും ഇടയ്ക്ക് വന്ന് നോക്കി ആസ്വദിക്കുകയായിരുന്നേ. പിന്നെ ആദ്യം ഉള്ളതുകൊണ്ട് അവൾക്ക് പൊട്ടറ്റോ വേണമെന്ന് പറഞ്ഞായിരുന്നില്ലേ. ചീര അത്ര ഇഷ്ടമല്ല, കഴിക്കും കുറച്ച്, വളരെ കുറച്ച്. അപ്പോൾ പിന്നെ ശരി പൊട്ടറ്റോ ഫ്രൈയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ.